നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപക നിയമനത്തിൽ പ്രിയ വർഗീസിന് ആശ്വാസം. പ്രിയയ്ക്ക് അയോഗ്യതയില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. NSSലെ പ്രവർത്തന പരിചയം യോഗ്യതയെന്ന് നിരീക്ഷണം. വ്യാജരേഖ കേസിൽ കെ വിദ്യ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചു. ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കണം. ഉത്തരവ് മണ്ണാർക്കാട് കോടതിയുടേത്. വൈകി നടത്തിയ അറസ്റ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷം. നിവൃത്തിയില്ലാതെയാണ് പോലീസ് സെറ്റിട്ട് വിദ്യയെ പിടികൂടിയതെന്ന് VD സതീശൻ. വിദ്യയെ ഒളിവിൽ പാർപ്പിച്ചത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് K മുരളീധരൻ. അറസ്റ്റ് നാടകമെന്ന് രമേശ് ചെന്നിത്തല. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദങ്ങളിൽ SFIയെ ന്യായീകരിച്ച് AK ബാലൻ. SFIക്കെതിരായ ആക്ഷേപങ്ങൾ സമാനതകളില്ലാത്തത്. വിവാദം ഭരണ പാർട്ടി സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടെന്നും പ്രതികരണം. തെരുവുനായ ആക്രമണം ഗുരുതര വിഷയമെന്ന് മന്ത്രി MB രാജേഷ്. മാരക രോഗങ്ങളും മുറിവുകളുമുള്ള തെരുവുനായ്ക്കളുടെ ദയാവധം ഊർജിതമാക്കും. ABC ചട്ടങ്ങളിൽ ഭേദഗതി നേടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവുനായ കടിച്ച 3ാം ക്ലാസ്സുകാരിയുടെ ചികിത്സ പഞ്ചായത്ത് ഏറ്റെടുക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാന പ്രതിരോധ കരാർ. യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണ. GE എയ്റോസ്പേസ് HLുമായി കരാർ ഒപ്പിടും. തായ്പൈ ഓപ്പൺ ബാഡ്മിന്റണിൽ HS പ്രണോയ് ക്വാർട്ടർ ഫൈനലിൽ. പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്തോനേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ് താരം അൻഗസ് NG കാലോങ്ങിനെ നേരിടും.